ശ്രീ ശ്രീത് പണിക്കർ, മന്ത്രി മതസംഘടനകൾക്ക് മുന്നിൽ വഴങ്ങുന്നതായി തോന്നുന്നുണ്ടോ? അതോ സമയമാറ്റത്തിൽ ഇനിയൊരു മാറ്റം പ്രതീക്ഷിക്കേണ്ട, മദ്രസകൾ വേണമെങ്കിൽ സമയം മാറ്റിക്കോട്ടെ എന്നുള്ള നിലപാട് തന്നെയാണോ? എങ്ങനെയാണ് കാണുന്നത് താങ്കൾ? മന്ത്രി നിലപാട് മാറ്റം വരുത്തിയിട്ടുണ്ടോ? ശ്രീ മഞ്ജുഷ്, ഈ വിഷയത്തിൽ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ചയ്ക്കിരുന്ന സമയത്ത് ഞാൻ അന്ന് പറഞ്ഞിരുന്നത് വിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടിയുടെ തീരുമാനത്തിനെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു എന്നാണ്, പ്രൊവൈഡഡ് അദ്ദേഹം അതിൽ എന്തെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദത്തിന് വിധേയനായി മാറ്റങ്ങൾ വരുത്തിയില്ല എങ്കിൽ എന്ന്. അപ്പോൾ ഇപ്പോഴും അതേ പിന്തുണ തന്നെ അദ്ദേഹത്തിന്റെ തീരുമാനത്തിനോടൊപ്പമുണ്ട്. പക്ഷേ അദ്ദേഹം വഴങ്ങുന്നു എന്നുള്ള ഒരു എയർലി സൈൻസ് അദ്ദേഹം കാണിക്കുന്നുണ്ട് എന്ന് നിസ്സംശയം നമുക്ക് പറയാം. കാരണം അദ്ദേഹത്തിന്റെ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന, ഇപ്പോൾ പ്ലേ ചെയ്തിരിക്കുന്നതല്ലാത്ത ചില പ്രതികരണങ്ങൾ വേറെയും ഉണ്ടായിട്ടുണ്ട്. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ഇത് കോടതി പറഞ്ഞിരിക്കുന്നതാണ്, അതുകൊണ്ട് സമസ്തയ്ക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കോടതിയിലാണ് പോയി പറയേണ്ടത്, സർക്കാരിനോടല്ല എന്നാണ്. അപ്പോൾ ചർച്ച വേണം എന്ന് ഈ സമസ്ത പറയുന്നു. ജിഫ്രി മുത്തുക്കോയ തങ്ങൾ തന്നെ സർക്കാരിന് കത്തയക്കുന്നു. ആ കത്തിന് അനുകൂലമായിട്ടുള്ള ഒരു മറുപടി കൊടുക്കുന്നില്ല, പരിഗണന തന്നെ കൊടുക്കുന്നില്ല. ആ സമയത്ത് ഇവർ പ്രശ്നമുണ്ടാക്കുകയും പ്രക്ഷോഭ പരിപാടികളുമായിട്ട് പോവുകയും ചെയ്യും എന്ന് പറയുമ്പോഴാണ് പറയുന്നത്, ഇത് ഞങ്ങളല്ല തീരുമാനിച്ചിരിക്കുന്നത്, കോടതിയാണ്, അതുകൊണ്ട് ഞങ്ങളോടല്ല ചർച്ച നടത്തേണ്ടത്, പകരം കോടതിയിൽ പരാതി ഉണ്ടെങ്കിൽ പോകൂ എന്ന് പറഞ്ഞു. രണ്ട്, അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം, ഇതിലൊരു വിധത്തിലുള്ള ചർച്ചയും ഇല്ല എന്ന് പറഞ്ഞു. എന്ത് ചർച്ച ചെയ്യാനാണ് എന്നാണ്. ഇവിടെ ഒരു മാധ്യമത്തിന് നൽകിയിരിക്കുന്ന അഭിമുഖത്തിൽ അദ്ദേഹം വളരെ ക്ലിയർ ടേംസിൽ പറഞ്ഞിരിക്കുന്നത്, വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായും സെക്യുലർ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനിൽ തീരുമാനമെടുക്കുമ്പോൾ എന്ത് ചർച്ചയാണ് മതസംഘടനകളുമായി നടത്തേണ്ടത് എന്നാണ്. കൂടാതെ മൂന്നാമത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മദ്രസയുടെ സമയം പുനഃക്രമീകരിക്കുകയാണ് വേണ്ടത് എന്നാണ്. അല്ലാതെ സ്കൂളിന്റെ സമയത്തിനനുസരിച്ച് മദ്രസയുടെ സമയത്തിനനുസരിച്ച് സ്കൂൾ എന്നുള്ളതല്ല, മറിച്ച് സ്കൂളിന്റെ പുതുക്കിയ സമയത്തിനനുസരിച്ച് മദ്രസയുടെ സമയം പുനഃക്രമീകരിക്കണം. അത് കൃത്യമായ നിലപാടാണല്ലോ ശ്രീത് പണിക്കർ, അത് കൃത്യമായ നിലപാടാണല്ലോ. മദ്രസകളുടെ സമയത്തിനനുസരിച്ച് പൊതുവിദ്യാഭ്യാസം ക്രമീകരിക്കേണ്ട സാഹചര്യമില്ലല്ലോ, അങ്ങനെ ചെയ്യേണ്ട ആവശ്യവുമില്ലല്ലോ. 100% അത് ഉചിതമായ തീരുമാനമാണ്. അതുകൊണ്ടാണ് ഞാൻ കരുതിയത്, കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി, മറ്റുള്ള വിഷയങ്ങളിൽ ഇവരുടെ നിലപാട് എന്താണ് എന്നതിനൊക്കെ അതീതമായി, മതേതരത്വത്തിനെ ഉയർത്തിപ്പിടിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു തീരുമാനം, നയപരമായിട്ടുള്ള ഒരു തീരുമാനം, പൂർണ്ണമായും സെക്യുലർ ആയിട്ടുള്ള ഒരു ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു തീരുമാനം നടത്തുന്നതിന് മതസംഘടനകളുടെ തീട്ടൂരം നോക്കേണ്ടതില്ല, അവരുടെ അപ്രൂവൽ വേണ്ടതില്ല എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് ശരി. ആ സമയത്ത് അദ്ദേഹം ശരിയായി പറഞ്ഞത് സമസ്തയുടെ ആവശ്യത്തിന് സർക്കാർ വഴങ്ങില്ല എന്ന് തന്നെയാണ്. പിന്നെ വിരട്ടാനാണ് സമസ്ത നോക്കുന്നത് തുടങ്ങിയ കുറേയധികം പ്രസ്താവനകൾ ഈ കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത്തരത്തിലുള്ള ഒരു ഭീഷണിയുടെ സ്വരമാണ് അവിടെ നിന്ന് വരുന്നത് എന്നൊക്കെയാണ്. പക്ഷെ ഇപ്പോൾ അത് മയപ്പെടുന്നു എന്ന് തന്നെയാണ് തോന്നുന്നത്. കാരണം ചർച്ചയില്ല എന്ന് പറയുന്നിടത്ത് അദ്ദേഹം പറയുന്നത് സമസ്ത എന്നല്ല, ആരുമായിട്ട് വേണമെങ്കിലും ചർച്ച ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ കോടതിയിൽ പോകൂ എന്ന് പറഞ്ഞിരുന്ന ആദ്യ നിലപാടിൽ എന്ത് മാറ്റമാണ് വന്നിരിക്കുന്നത്? ഇനി അഥവാ വേണമെങ്കിൽ ഒരു ന്യായീകരണ ക്യാപ്സൂൾ പറയാം, ഈ മീറ്റിംഗിൽ വരുന്ന സമയത്ത് നോക്കൂ, ഇത് ഞങ്ങളുടെ കയ്യിലല്ല, കോടതി പറഞ്ഞിരിക്കുന്നതാണ്, അതുകൊണ്ട് നിങ്ങൾ കോടതിയിൽ പോകൂ എന്ന് പറയുന്നതാണ്, അതിനു വേണ്ടിയിട്ടാണ് ഈ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ ആലോചിക്കേണ്ടത്, ആ പൊസിഷൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സർക്കാർ തന്നെ വളരെ വ്യക്തമായി, സുവ്യക്തമായി തന്നെ പറഞ്ഞു കഴിഞ്ഞു, ഇത് ഞങ്ങളുടെ മാറ്റം വരുത്തേണ്ടുന്ന വിഷയമല്ല, നിങ്ങളുടെ വിരട്ടൽ ഈ ഭാഗത്ത് ഈ ഒരു വിഷയത്തിൽ വേണ്ടതില്ല എന്ന് പറഞ്ഞു. അല്പം മുമ്പ് ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞതുപോലെ സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സർക്കാരിന്റെ തീരുമാനം എന്താണ്? ചർച്ചകൾ നടത്തിയതിനു ശേഷം നമ്മുടെ തീരുമാനം നിങ്ങളെ കൺവിൻസ് ചെയ്യിപ്പിക്കാം എന്ന് പറഞ്ഞോ? അതോ നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലും ആശങ്കകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാം എന്ന് പറഞ്ഞോ? ഇല്ല. അപ്പൊ അവിടെ അതിൽ ശരിയായ നിലപാടെടുത്തു എന്ന് പറയുമ്പോൾ ഇതിൽ എന്തുകൊണ്ടാണ് സർക്കാർ അല്പം വഴങ്ങുന്നത്, എന്തുകൊണ്ടാണ് മുട്ടുമടക്കുന്നത്? നേരത്തെ അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ എന്തുകൊണ്ടാണ് കുനിയുന്നത് എന്നുള്ള ഒരു ചോദ്യമുണ്ട്. അങ്ങനെ കുനിയാനുള്ള ചില സിഗ്നൽസ് ഇപ്പോൾ, ഏർലി വാർണിംഗ്സ് ഇപ്പോൾ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് ശരിയായ നടപടിയല്ല. കാരണം വിദ്യാഭ്യാസം എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട് എന്ത് തീരുമാനമെടുത്തു കഴിഞ്ഞാലും അത് ഈ നാട്ടിലുള്ള മത സാമുദായിക സംഘടനകളോട് ചർച്ച ചെയ്യേണ്ടുന്ന ഒരാവശ്യം ഉണ്ടാവുക എന്ന് പറയുന്നത് ശരിയല്ല എന്നുള്ളതാണ്. അതായത് ഇതിപ്പോ മതപരമായിട്ടുള്ള പഠനം നടക്കുന്ന സമയത്ത് ഇപ്പോൾ ജിഫ്രി തങ്ങൾ തന്നെ പറയുന്നത് എന്താണ്? അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പൂർണ്ണമായി അസംബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. മദ്രസ പ്രവർത്തനത്തിന് വേറെ സമയം ഇവിടെ നിന്ന് കണ്ടെത്താനാണ്. ഒരു ദിവസത്തിലാകെ 24 മണിക്കൂറല്ലേ ഉള്ളൂ, ഉറങ്ങുന്ന സമയത്താണോ മദ്രസ പ്രവർത്തിപ്പിക്കേണ്ടത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ ബോധറേഷനാണ്. മദ്രസയിലെ ഏത് സമയത്ത് പഠനം നടത്തുന്നു, അത് പാതിരാത്രിയാണോ 10 വെളുപ്പിനാണോ തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി പൊതുസമൂഹത്തിന് എന്ത് ബോധറേഷനാണുള്ളത്? അത് പൂർണ്ണമായിട്ടും നടത്തേണ്ടത്, തീരുമാനിക്കേണ്ടത് മദ്രസകളാണ്, മദ്രസ മാനേജ്മെന്റ് ബോർഡുകളാണ്. അതിന് വേണ്ടുന്ന മത അധ്യക്ഷന്മാരുടെ എന്തെങ്കിലും നിർദ്ദേശം അനുസരിച്ചിട്ടാണ് അത് പ്രവർത്തിക്കുന്നത് എങ്കിൽ അവരുടെ കാര്യത്തിനനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്.